ജിനേഷിന് ആദ്യത്തെ ട്രെയിൻ യാത്ര ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ചാടി കയറിയിട്ട് ജിനേഷ് നിൽക്കാണ് ഡോറിന്റെ അവിടെ. ഞങ്ങൾ പോയിരിക്കുക. അപ്പൊ ജിനേഷിനോട് ചേട്ടൻ അവിടെ ഇരുന്നു പറഞ്ഞു, ഏയ് വേണ്ട ഇപ്പൊ എത്തുന്നു എറണാകുളത്തേക്ക്. ജിനേഷിന്റെ വിചാരം ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അങ്കമാലി കഴിയുന്നു, ആലുവ കഴിഞ്ഞ്. അപ്പൊ ട്രെയിനിൽ നല്ല തിരക്കായി തുടങ്ങി. അപ്പൊ ജിനേഷ് പറയും, അടഞ്ഞാണാ ഇതിപ്പോ എന്തിട്ട് ട്രെയിനടാ, ട്രെയിൻ ചെയ്തില്ല, നല്ലൊരു ബസ്സിന് പോകണം. അപ്പൊ പറഞ്ഞ ബ്ലോക്ക് ഇല്ലാണ്ട് അവിടെ വരെ പോവാ. അതുപോലെ തന്നെ വേറെ വീടിൻ്റെ അവിടെ ഉള്ളൊരു ഇതുപോലെ ആദ്യമായിട്ട് ട്രെയിനിൽ കയറി. അതും ഈ പറഞ്ഞ കോളേജും കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രായത്തിൻ്റെ സമയത്താവും കാരണം. അതും കയറിയത് പാസഞ്ചറിലാണ്. കാലത്തെ പാസഞ്ചറിൽ എന്താന്ന് തോന്നുന്നു. അപ്പോൾ ആള് ഫുൾ എക്സൈറ്റ്മെന്റില്ല. ട്രെയിനിൽ അങ്ങോട്ട് നടക്കുന്നു സീറ്റുകൾ നോക്കുന്നു, ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കണ ആള്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഡോറിൻ്റെ അവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു സുഖം. അപ്പോൾ കുറച്ചു നേരം ഞാൻ ഡോറിൻ്റെ സ്റ്റെപ്പ് മാറിയിരിക്കണം. പക്ഷേ അവിടുത്തെ സ്ഥിരക്കാരുണ്ട്, അവർ സ്റ്റെപ്പുമൊക്കെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര ഈ പാസഞ്ചറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി സ്കൂൾ ബസ് പോലെ അത് സ്ഥിരം യാത്രക്കാരാ. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല കമന്റ് അടിച്ചും ഇതൊക്കെ ഇരിക്കുക. അപ്പൊ ഇവൻ സ്റ്റെപ്പിൽ ഇരിക്കുന്ന ചേട്ടന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ അവനവിടെ ഇരിക്കണമല്ലോ. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യാൻ വന്നു, ചേട്ടാ ഞാനേ ആദ്യമായിട്ട് ട്രെയിനിൽ കയറണേ, ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് കുറെ കാലമായിട്ടല്ലോ, അതെ ആദ്യമായിട്ട് ട്രെയിനിൽ കയറണം പോയിട്ട് കക്കൂസൊക്കെ പോയി കണ്ടിട്ടോടാ. അപ്പൊ ഇവൻ അതേ ചിരിയിലെന്ന് തിരിച്ച്, കക്കൂസാണ് എന്നെ പിടി, എന്തിനാ ചേട്ടാ അവിടെ വരെ പോണ, ചേട്ടനെ പോത്തിക്കുന്നു കഴുത്തിന് പിടിച്ചു.